ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നിയമസഭയിൽ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. സഭ തുടങ്ങിയതോടുകൂടി പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചത്. പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന തിരഞ്ഞെടുപ്പ് പാരഡി ഗാനവും പ്രതിപക്ഷ MLA-മാർ സഭയിൽ പാടി. പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ് എന്ന് VD സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനു മേലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പിന്നാലെ മന്ത്രി MB രാജേഷ് മറുപടിയുമായി വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാത്തതിൽ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു MB രാജേഷിന്റെ പ്രതികരണം. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് ഭയമാണ് എന്ന് MB രാജേഷ് പറഞ്ഞു. പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് വിഷയം ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം കൊണ്ടുവരാൻ ഭയപ്പെടുന്ന പ്രതിപക്ഷം സഭയ്ക്ക് നിരക്കാത്ത നടപടികളാണ് സ്വീകരിക്കുന്നത്. ചരിത്രത്തിൽ അത്യപൂർവം മാത്രമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളൂ. അത് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യും എന്ന ഭയമാണ് പ്രതിപക്ഷത്തിന്. ചർച്ച നടത്തിയപ്പോഴെല്ലാം തന്നെ ഈ സഭയിൽ നിന്നും പ്രതിപക്ഷത്തിന് ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട്. തിണ്ണമിടുക്കാണ് സഭയിൽ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും MB രാജേഷ് പറഞ്ഞു. സ്പീക്കറുടെ കാഴ്ച മറച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ MLA-മാർ പ്രതിഷേധം നടത്തിയത്. പാരഡി പാട്ടുപാടി പ്രതിപക്ഷം പ്രതിഷേധിച്ചതോടുകൂടി സ്വർണം കട്ടതാരപ്പ എന്ന് അടൂർ പ്രകാശിനോട് ചോദിക്കൂവെന്നും ഹൈക്കോടതിയിൽ തോറ്റപ്പോൾ സഭയിൽ സമരം ചെയ്യുകയാണ് എന്നും MB രാജേഷ് പറഞ്ഞു. യഥാർത്ഥ പ്രതികൾ അകപ്പെടുന്ന ദിവസം പാടാൻ ഞങ്ങൾ ഒരു പാട്ട് ബാക്കി വെച്ചിട്ടുണ്ട് എന്നും രാജേഷ് പറഞ്ഞതോടുകൂടി പാരഡി പാട്ട് പാടിക്കൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി. ഇതോടെ ഭരണപക്ഷം മുദ്രാവാക്യം വിളിച്ച് എഴുന്നേറ്റു. സ്വർണം കട്ടതാരപ്പ കോൺഗ്രസ് ആണേ അയ്യപ്പ എന്ന് തിരിച്ചു പാടിക്കൊണ്ടാണ് ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. മന്ത്രി ശിവൻകുട്ടിയും പോറ്റിയെ പാട്ട് പാടിയതോടുകൂടി സഭയിൽ ബഹളം കൊഴുത്തു. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും വീട് റെയ്ഡ് ചെയ്യണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. സോണിയയുടെ വീട്ടിൽ പോറ്റി 2 തവണ പോയത് എന്തിനാണ് എന്നും സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തുവെന്നും മന്ത്രി പറഞ്ഞു. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് മന്ത്രി വീണ ജോർജും രംഗത്ത് വന്നു. പ്രതിപക്ഷം ഒളിച്ചോടുന്നുവെന്നും കളവ് ചെയ്തത് പ്രതിപക്ഷമാണ് എന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇനി ചൊവ്വാഴ്ചയാണ് സഭ ചേരുക.